ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വിളവെടുപ്പ് വീഡിയോ ആണ്. എല്ലാവർക്കും റിയാസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. ഏച്ചു എല്ലാവർക്കും വെൽക്കം പറഞ്ഞേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിയാസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾ പറിക്കാൻ പോവാണ്. അപ്പോൾ പറിക്കാം. ഫസ്റ്റ് തന്നെ തക്കാളി ആട്ടോ പറിക്കണത്. നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് തക്കാളിയും പച്ചമുളകൊക്കെ ഇന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏച്ചു അത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പറിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ അടുത്ത് പറയണം എനിക്ക് പറിക്കണം എന്നൊക്കെ. അപ്പോൾ ഏച്ചു നേരം വെളുക്കുമ്പോൾ തന്നെ ഏച്ചുവിന് ഉറക്കത്തീന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഏച്ചുവിന് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇതാണ് നമ്മുടെ പച്ചമുളക് ചെടിയും തക്കാളിയൊക്കെ ഞാൻ കുറച്ച് തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് കണ്ടില്ലായിരുന്നു. അപ്പോൾ അത് പിന്നെ ഇതിൽ പച്ചമുളകിനൊക്കെ ഒത്തിരി കേട് വന്ന് പൂവൊക്കെ കരിഞ്ഞു പോയായിരുന്നു കേട്ടോ. വെയിലിൻ്റെ ആണോ പിന്നെ എന്തോ അറിയില്ല. ഞാൻ എന്നിട്ട് പിന്നെ രണ്ടാമത് ഇതാ പിടിച്ചു വരുന്നതാണ്. നമ്മൾ ജൈവവളം മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കേടൊക്കെ വന്നപ്പോൾ ഞാൻ ഈ പുകയില കഷായമൊക്കെയാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമതൊക്കെ ഇങ്ങനെ പൊടിച്ച് കൊമ്പൊക്കെ പുതിയത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇലയിലൊക്കെ ഒരുതരം കേട് വന്നത്. ഒത്തിരി പൂവൊക്കെ കൊഴിഞ്ഞു പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പുതിയത് വരുന്നതാണ് ആ കൊമ്പുകളൊക്കെ. പിന്നെ യച്ചുദാ തക്കാളി പറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. യച്ചുവിനത് ഭയങ്കര ഇഷ്ടം. ഇത് എൻ്റെ വഴുതന ചെടിയാണ്. ഇത് പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല, പൂവിട്ട് തുടങ്ങി. യച്ചു തക്കാളി പറിച്ച് തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മുടെ തക്കാളി ഇങ്ങനെ ഓരോന്നായി യച്ചു പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ അടുക്കള തോട്ടമൊക്കെ ഉണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മളുടെ വീട്ടിലെ പണികൾക്കിടയിൽ ഇടയ്ക്ക് ഇതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് പൂവന്നോ കൈ വന്നോ എന്നൊക്കെ നോക്കുമ്പോൾ ഒരു നല്ലൊരു റിലാക്സേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ അടുക്കളത്തോട്ടം മസ്റ്റായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവണം. പച്ചമുളക്, തക്കാളി, അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാവുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് പയറ്, വെണ്ട. ഞാൻ വെണ്ടത്തൈ നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് പിടിച്ച് കിട്ടിയില്ല. വഴുതനയൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ പാവൽ, കുമ്പളം, മത്തനൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. അതുപോലെ പയറില്ലേ, മീറ്റർ പയറൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ തക്കാളി ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും തക്കാളി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് മുമ്പ് ഞാൻ തക്കാളി പറിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും തക്കാളി നമുക്ക് പറിച്ചെടുത്ത് നമ്മൾ ഇനിയിപ്പോൾ പച്ചമുളകാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചമുളകും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 5-6 തരം വെറൈറ്റി പച്ചമുളക് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒക്കെ കേട്, കാന്താരി മുളക്, വെള്ളമുളക്, ഉണ്ടമുളക് ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കേട് വന്നിട്ട് കുറേ പോയിട്ടാ. ചൂടിൻ്റെ ആണോ എന്തോ അറിയില്ല, നല്ല ഒരുമാതിരി കുരുടിപ്പൊക്കെ വന്നിട്ട് ഞാൻ എന്നിട്ട് ഈ പുകയില കഷായാണ് മെയിനായിട്ട് തളിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ചൊക്കെ പിന്നെ ആ കേട് വന്നൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ തക്കാളി ഇതുപോലെ അടുക്കളത്തോട്ടോ മറ്റോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഇടണേ. പിന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇത്രയും നാൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ വീഡിയോസ് എടുത്തിടാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ. പിന്നെ നമ്മുടെ ഈ പച്ചമുളക് തൈ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഏകദേശം ഒരു 2 കൊല്ലത്തോളമായിട്ടുണ്ട് ഈ പച്ചമുളക് തൈ. സ്ഥിരമായിട്ട് എനിക്ക് പച്ചമുളക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കവറിൽ. ഈ പച്ചമുളകിൻ്റെ ഇലകളിലൊക്കെ ഒരു മഞ്ഞ കളർ വന്ന് തുടങ്ങുമ്പോൾ നമ്മളത് വെട്ടിക്കളയും. ആ കമ്പുകളൊക്കെ വെട്ടിക്കളയും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെട്ടിക്കളയാറായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെട്ടിക്കളഞ്ഞ് പിന്നെ നമുക്ക് വീണ്ടും അത് വന്ന് പൂമ്പ് പൊടിച്ച് വന്നിട്ട് അതിൽ നല്ല പച്ചമുളക് വീണ്ടും ഉണ്ടാവും. ഇതുപോലെ കുറച്ച് പച്ചമുളക്, വെള്ളമുളകൊക്കെ ഉണ്ട് ഒക്കെ. പക്ഷേ നല്ല വലിപ്പമുള്ള മുളകുകളാണ്. പക്ഷെ അത് ഇത്രയും നമുക്ക് മുളകും തക്കാളിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കൊരാഴ്ചക്കുള്ള സംഭവങ്ങളായിട്ടാ ഇത്രയും അങ്ങനെ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ എന്താ പറയുക, നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക. ഇത്രയും പച്ചക്കറി കിട്ടിയപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ ബൈ.